എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്നൊരു അസുഖം പെട്ടെന്ന് വന്നു അതുപോലെ പെട്ടെന്ന് പേര് മറന്നു പോകും. അടുത്ത് നിൽക്കുന്ന എല്ലാം അപ്പോൾ അയ്യോ എനിക്ക് പേടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ നാടകം എനിക്ക് കളിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് അൽസിമേഷ്യയാണ്. അപ്പം എനിക്കും അത് വരുമോ എന്ന് എനിക്കൊരു പേടിയായിപ്പോയി. വൈകിട്ട വെമ്പരം ടോം ജേക്കബ് അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസറും മെയിൻ നടൻ. ഒന്നിൽ നിൽക്കുകയില്ല, രണ്ടാ കണക്ക്, രണ്ടില്ലാതെ ഒക്കത്തില്ല, അതാ വിധി. പുറത്തുനിന്ന് ആര് കണ്ടാലും എന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്കത് സന്തോഷമേ ഉണ്ട്. കാരണം എന്നെ അറിയുന്നല്ലോ. തുടർന്ന് ഉണ്ടായ പരമ്പരകളിലെല്ലാം എനിക്കൊരു റോൾ ഉണ്ടാകും. ദൂരദർശൻ്റെ ഫാമിലി മെമ്പറായി. എൻ്റെ മോനും ഒരു 2 മക്കളുണ്ട്. ഇളയ മോന് ഓട്ടിസമാണ്. നല്ലത് പറഞ്ഞു കൊടുത്താൽ ഒരു നല്ലത് ചെയ്യും. നാടിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ ഒത്തിരി ഉപയോഗിക്കാം. പൊതു ഇടങ്ങൾ എപ്പോഴും ഇത്തരം ഭിന്നശേഷിക്കാരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്മാർട്ട് ഇടങ്ങളാവണം. മുമ്പ് തലയിലടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോവുക, ഇത്തരം കോമാളി വേഷങ്ങളായിരുന്നു ഒരു വലിയ പങ്ക് നമ്മളെപ്പോലുള്ളവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി എടുത്താലും മോഹൻലാലിൻ്റെ എടുത്താലും നമുക്കൊരു സീറ്റുണ്ട്. സ്ത്രീകളെ ഇരുത്തി കാണാൻ വേണ്ടി കൊച്ചമ്മമാരുടെ അല്ലെങ്കിൽ പിന്നെ മരുമോളെ പിന്നെ കഷ്ടപ്പെടുത്തുന്ന അമ്മായിയമ്മ, ഇത്തരം സീരിയലുകൾ ഇതൊരു നെഗറ്റീവ് സ്പിരിറ്റ് വീടുകളിൽ ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്. എനിക്കൊരു ബോഡി ഷേമിംഗ് ആയിട്ട് അങ്ങനെ ഒരു ഇന്നുവരെ വരാൻ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിയൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോബി ചേട്ടനാണ്. വെൽക്കം. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? സുഖം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴും ചേട്ടൻ മൊത്തത്തിൽ ഒരുപാട് തിരക്കുകളിലാണ് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ഈ TV-യിലും സിനിമയിലും ഒന്നും അധികം ചേട്ടൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അധികം സജീവമല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് കാണും. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചേട്ടൻ ഇപ്പോൾ എന്തിലൊക്കെയാണ് ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ചേട്ടൻ തന്നെ പറയും, ഇപ്പോൾ എന്തിലൊക്കെയാണ് ചേട്ടൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ഞാനിപ്പോൾ ചില്ല എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു അനന്യ എന്ന് പറഞ്ഞ NGO. അപ്പോൾ അവിടെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ഓട്ടിസവും മറ്റു മാനസിക വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളെ നമ്മൾ കാത്തുകൊള്ളുന്നു. അതായത് അവരെ എങ്ങനെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? എല്ലാവരെയും കഴിയില്ല, പക്ഷേ കഴിയുന്നവരെ എങ്ങനെ ആക്കി തീർക്കുകയും അല്ലാതെ ഉള്ളവരെ അവരുടെ ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ശ്രമമാണ്. അപ്പോൾ അത് എൻ്റെ മോനും ഒരു 2 മക്കളുണ്ട്. ഇളയ മോന് ഓട്ടിസമാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ 10 പേരെ നോക്കുന്നുണ്ട്. കാരണം 10 പേരുടെ ഒരു അധികമായാൽ നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു 1:1 ഒരാൾക്ക് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവരുടെ സ്കില്ലനുസരിച്ച് നമ്മൾ നോക്കുന്നു. അവരുടെ സ്കില്ലെന്താണോ അതിൻ്റെ ബാക്കിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അവരെ പിന്നെ ഇപ്പോൾ ഇവിടെ പൊതുവെ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കെ നിൽക്കുന്ന കുട്ടികളെന്ന് പറയാൻ പാടില്ല, 18 വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ നോക്കുന്നത്. 18 വയസ്സിന് താഴെ വരെ അക്കാഡമിക് പിന്നെ രീതിയിൽ അവർക്ക് പല സ്കൂളുകളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് പതിവ്. പ്രത്യേകിച്ച് സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ ആ ജീവിതം വല്ലാത്ത ദുഷ്കരമാണ്. ഫിനാൻഷ്യലിയും കൂടെ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മമാർക്ക് വീട്ടിൽ അടച്ചിട്ടിട്ട് തൊഴിലിന് പോകാനേ പറ്റുള്ളൂ, പൂട്ടിയിട്ടിട്ട്. അങ്ങനെയുള്ള അവർക്കൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഞങ്ങൾ ഈ 10 പേരെ വീതം നമുക്ക് നോക്കാമെന്ന്, ഇവരെന്താകുന്നു എന്നുള്ളത്. ഇങ്ങനെ 18 വയസ്സിന് മുകളിലുള്ളവർ അവരുടെ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ അവരെന്താകും എന്ന് എല്ലാ മാതാപിതാക്കൾക്കും, ഇത്തരം മാതാപിതാക്കൾക്കൊരു വല്ലാത്തൊരു വിഷമവും ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് ശ്രമമാണ്.
ഇവിടെ വന്നപ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ശരിക്കും മനസ്സിലായില്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് 1-2 പേര് ഇവിടെ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതും അവർ ഓടി നടക്കുന്നത് എല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു അവരകത്തുണ്ടോ, അപ്പോൾ പറഞ്ഞത് ചേട്ടനല്ല, അവരെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അവരെ കൊണ്ട് പ്രാപ്തരാക്കുകയാണ്. അതെ, അവരുണ്ണുന്ന പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും അവരെ കൊണ്ട് തന്നെ കഴുകിപ്പിച്ച്. നമ്മൾ ഇവിടെ ക്യാമറ വെച്ച സമയത്ത് പോലും ഒരാൾ വന്നിട്ട് ഇതുപോലെ പൊക്കോട്ടേന്ന് പെർമിഷൻ വരെ ചോദിച്ചു. അതെ അതെ. അപ്പൊ അത്രത്തോളം ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അവരതുപോലെ അവർ നോക്കുമെന്നുള്ളതാണ്. നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർ നല്ലത് ചെയ്യും. നാടിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ ഒത്തിരി ഉപയോഗിക്കാം. അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം. അപ്പോൾ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളതാണ്. കാരണം അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സൊസൈറ്റി നമുക്കുണ്ടാവട്ടെ, അങ്ങനൊരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ചേട്ടാ, ഇപ്പം ചേട്ടൻ്റെ മോന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ? അതെ, സ്പെഷ്യൽ ചൈൽഡ്. അതിന് നമ്മൾ എന്താ പറയാ, ഒരു ഗോഡ് ബ്ലെസ്ഡ് ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞ്. അപ്പൊ അങ്ങനെ ചേട്ടനൊരു സ്പെഷ്യൽ ചൈൽഡിനെ കിട്ടിയോണ്ടാണോ ചേട്ടന് കൂടുതലും ആ ഒരു അവയർനെസ് വന്നതും മറ്റു കുട്ടികൾക്കും കൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചില്ല ഇത് മാത്രമല്ല കേട്ടോ. ചില്ല ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് സ്ട്രീറ്റിലെ കുട്ടികളെ നമ്മൾ വളർത്തുന്നൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അന്നും ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു. അത്തരം കുട്ടികൾക്ക് എല്ലാവർക്കും ഷെൽട്ടർ എല്ലായിടത്തുമായി, ഗവൺമെൻറ് തലത്തിൽ തന്നെ. പക്ഷേ ഇപ്പോൾ ഇത്തരം ഈ മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഓട്ടിസവും മറ്റു മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ദാരുണമാണ്. അത് പിന്നെ അത് സമൂഹം മനസ്സിലാക്കുകയും, സമൂഹം മാത്രമല്ല സർക്കാർ തലത്തിലും ഇപ്പോൾ ഒത്തിരി കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികളെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് 4% പിന്നെ എന്താണ് സംവരണം തന്നെയുണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD ആക്ട് 2016 പ്രകാരം ഒരുപാട് പിന്നെ എന്താണ് ആനുകൂല്യങ്ങൾ, നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിലേറെ മറ്റു രാജ്യങ്ങളിൽ ഇവർ സ്റ്റേറ്റിൻ്റെ കൂടി കുഞ്ഞുങ്ങളാണ് എന്നുള്ളൊരു പിന്നെ എന്ന് കണ്ടുകൊണ്ട് ആ കുടുംബത്തിനെ തന്നെ, ഫാമിലിയെ തന്നെ സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ. ഇവിടെ നമുക്കങ്ങനെ ആയിട്ടില്ല. അപ്പോൾ ഇത് അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തോളിലാണ് ഇവരിപ്പോഴും. അത് മാറി സ്റ്റേറ്റ് എടുക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതിനുവേണ്ടിയൊക്കെ കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചേട്ടൻ കറൻ്റ്ലി ആക്റ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോഴും ചേട്ടൻ്റെ പഴയ സീരിയലുകളായാലും അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് ആയാലും യൂട്യൂബിലും എല്ലാം നമ്മൾ ചേട്ടൻ്റെ ഷോസും എല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു മുഖം തന്നെയാണ്. അപ്പം എവിടെ പോയാലും ഇപ്പോഴും ആളുകൾ വന്ന് സംസാരിക്കാറും ഒക്കെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതെ, എല്ലാവരും വന്ന് അത് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇടപഴകുന്നത് പോലെയും കൂടെ ഇരിക്കും അല്ലേ? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും കഴിയുന്നൊരു ലോകം തന്നെയാണ് ഞങ്ങളും. അല്ലാതെ ഞങ്ങളിത് നടത്തിയിരിക്കുന്നത് അതിന് തന്നെയാണ്. അപ്പോൾ പരസ്പരം സന്തോഷിക്കാനൊരു ഇടവരട്ടെ. അതിനുവേണ്ടി സമൂഹം നമ്മൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആര് കണ്ടാലും എന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്കത് സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ അറിയുന്നല്ലോ. നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കാൻ പറ്റുന്നല്ലോ. അതെ അതെ, എന്നൊരു വലിയ കാര്യമല്ലേ? ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമയിൽ നിന്നായാലും സീരിയലിൽ നിന്നായാലും ഒക്കെ ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം? ചേട്ടനായിട്ട് എടുത്തതാ ബ്രേക്ക് ആണോ? അത് അങ്ങനെ ബ്രേക്ക് ഇട്ട് എടുത്തതല്ല. പിന്നെ നമുക്കായി കിട്ടുന്ന സമയങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഇങ്ങനെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം എന്നുള്ളതിൽ പോലെ തന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാകുമല്ലോ. ഈ ഒരു ശേഷി ഇത് മാത്രമല്ല കേട്ടോ, ചില്ല മാത്രമല്ല. ഞാൻ പൊക്കം കുറഞ്ഞവരുടെ ഒരു സംഘടനയുണ്ട്, ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അങ്ങനെ ട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെയും കൂടെ പ്രസിഡൻ്റാണ് ഞാൻ.
അങ്ങനെ ഒത്തിരി 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 സംഘടനകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുക, ഏത് ലെവലിലായിരുന്നാലും. അതെ. അപ്പോൾ സിനിമകൾ നല്ല നല്ല വേഷങ്ങൾ വന്നാൽ ഇനി ആയാലും പോവും തീർച്ചയായിട്ടും. അത് ഞാൻ പിന്നെ അതിനു വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ, അതിനു വേണ്ടി അങ്ങോട്ട് പോയി നോക്കാത്തത് കൊണ്ടായിരിക്കാം. നല്ല അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായും പോകാത്തായിട്ടാരുണ്ട്. അതെ. ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു സീരിയലാണ് നമ്മുടെ പകിട പകിട പമ്പരമൊക്കെ. ഇപ്പോഴും ആളുകൾ അത് പറയാറുണ്ടോ? അതിന്നെ തീർച്ചയായിട്ടും. പകിട 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 പമ്പരം ടോം ജേക്കബ് അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസറും മെയിൻ നടനും. അപ്പം ഞങ്ങൾ അന്ന് മറ്റു ചാനലുകളില്ലല്ലോ, ഇല്ല. അപ്പോൾ ദൂരദർശനാണ് ഏക ആശ്രയം. ദൂരദർശനിൽ എനിക്ക് ദൂരദർശൻ്റെ തന്നെ ആദ്യത്തെ പിന്നെ എന്താണ് ഒരു ഡ്രാമ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടു. അതൊരു പിന്നെ 50ഓളം പേര് അന്ന് എടുത്തു, ദൂരദർശൻ എടുത്തു. അതിൽ ഞാനും ഉൾപ്പെട്ടു. അപ്പോൾ പിന്നെ അതൊരു ആദ്യമേ തന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോഗ്രാമും അവൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ നാടകം, ദൂരദർശൻ്റെ ആദ്യത്തെ നാടകം, അതിലഭിനയിക്കാൻ പറ്റി. തുടർന്ന് ഉണ്ടായ പരമ്പരകളിലെല്ലാം എനിക്കൊരു റോൾ ഉണ്ടാകും. കാരണം അവിടുത്തെ പിന്നെ ആർട്ടിസ്റ്റായി എന്നുള്ളൊരു കാരണം കൊണ്ട് ദൂരദർശൻ്റെ ഫാമിലി മെമ്പറായി അല്ലേ? ശരിക്കും ദൂരദർശൻ എനിക്ക് അടുത്തായി. അതെ. ശരിക്കും അവിടെ നിന്നാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. ഇത്രയും ചാനൽസ് വരുന്നതും യൂട്യൂബൊക്കെ ആക്റ്റീവ് ആവുന്നതും എല്ലാം ഇപ്പോഴല്ലേ, പക്ഷെ എല്ലാത്തിനും തുടക്കം അത് തന്നെയാണല്ലോ. പിന്നെ മലയാളികളുടെ തുടക്കം അത് തന്നെയായിരുന്നു. അതെ. അപ്പൊ അന്ന് തുടക്കം മുതലേ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ. അതെ. അതെ. അതൊരു വലിയ നേട്ടമാണ്, വലിയൊരു അനുഗ്രഹമായിട്ടും ഞാനത് കാണുന്നു. അതെ. ഇപ്പോഴത്തെ ഈ 90s കിഡ്സിനൊക്കെ ഈ പകിട പകിട പമ്പരമൊക്കെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണല്ലോ. അതെ 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 തീർച്ചയായിട്ടും. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അത്തരം അന്നത്തെ പിന്നെ സീരിയലുകളുടെ ഓരോ രംഗങ്ങൾ പോലും ചിലപ്പോൾ പറയാറുണ്ട്. അത് പറയുമ്പോൾ അതൊക്കെ ഇവർ ഓർത്ത് വെച്ചിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന, നമ്മളോട് തന്നെ ഒരു വല്ലാത്തൊരു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് പറയുന്നൊരു മെമ്മറി എന്തായിരിക്കും ചേട്ടനെ പറ്റിയിട്ട്, ഈ പകിട പകിടയെ കുറിച്ചിട്ട്? അല്ല, അതിനകത്ത് ഓരോ ചെറിയ ചെറിയ മാനറിസങ്ങൾ പോലും അവർ പറയുന്നുണ്ട്, ചില വിറ്റുകൾ അവർ പറയാറുണ്ട്. അതല്ലാതെ അത് മാത്രമല്ല, അന്നത്തെ കുറേ ബുൽബുൽ മാഫി, പിന്നെ താഴ്വാര പക്ഷികൾ, കുറേ ഒത്തിരി സീരിയലുകളുണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലുകളിലെല്ലാം അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡിയായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവമായിരുന്നു അന്ന്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കൊരു ബോഡി ഷേമിങ് ആയിട്ട് അങ്ങനെ ഒരു ഇന്നുവരെ വരാൻ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ്, അവിടുത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കോളേജിൻ്റെ കൂട്ടുകാരുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ഞാൻ അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ലെവലിൽ വന്നതുകൊണ്ട് അത്തരം ഒരു ഒരിക്കലും നമ്മളിൽ വരില്ല, വന്നാൽ നമ്മൾ തിരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് കാണാനായിട്ടുള്ളൊരു പിന്നെ എന്തോ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടു. അത് വലിയ കാര്യമായി. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരുപാട് സീരിയലുകളുടെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് സീരിയലുകളുടെ ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ നമ്മൾ സീരിയലുകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ തുടക്കത്തിൽ ദൂരദർശനിലെ സീരിയൽ അഭിനയിച്ച ആളെന്ന നിലയിൽ ഇപ്പോഴത്തേക്ക് സീരിയലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ചേട്ടൻ തന്നെ നോക്കി കാണുന്നത്? അയ്യോ, ഒരുപാട്. പിന്നെ സിനിമ ഓരോ മാറ്റം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഓരോ ഷോർട്സിലും പിന്നെ ഓരോന്നും വ്യത്യസ്തമായി അവരെന്ത് പുതുതായിട്ട് കണ്ടെത്താം എന്നുള്ള ലെവലിലാണല്ലോ നമ്മൾ കാണുന്ന. പണ്ടാണെങ്കിൽ പ്ലെയിനായിട്ട് എടുക്കുക എന്നുള്ളത്, അതിലപ്പുറം പിന്നെ വലിയ എന്താണ് അതിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല. കാരണം എന്തായിരുന്നാലും അവർ കണ്ടോളും. അല്ല, പണ്ട് പക്ഷെ കുറച്ചുകൂടെ നല്ല കഥകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചാനലിൻ്റെ പക്ഷത്തൊന്നും എനിക്ക് പറയാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും പിന്നെ സത്യം പറയണമല്ലോ. അതായത് ഈ സ്ത്രീകളെ ഇരുത്തി കാണാൻ വേണ്ടി കൊച്ചമ്മമാരുടെ അല്ലെങ്കിൽ പിന്നെ മരുമോളെ പിന്നെ കഷ്ടപ്പെടുത്തുന്ന അമ്മായിയമ്മ, ഇത്തരം സീരിയലുകൾ അത്
അവസാനം ഒരു നല്ല രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത്. ഈ സീരിയലിൻ്റെ അവസാനം എല്ലാം പ്രായച്ചിത്തമൊക്കെ, പക്ഷേ ഈ പ്രായച്ചിത്തം അനുസരിച്ച് ഇത് വരുന്നത് ആകെ 1-2 എപ്പിസോഡിൽ മാത്രം. ബാക്കി 1500 എപ്പിസോഡും ഇതാണ് വീട്ടിൽ കാണുന്നത്. ഇതൊരു നെഗറ്റീവ് സ്പിരിറ്റ് വീടുകളിൽ ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്. ആണല്ലേ? സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലെ ഡെയിലി ഇത്തരം കാര്യങ്ങളല്ലേ കാണുന്നത്. പിന്നെ അതും ഇത് അമ്മയും മരുമോളും ഒരുമിച്ച് നിന്ന് കാണുകയാണ്. അവൾ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു നോട്ടവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഇതല്ലേ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കഥകളിലുണ്ടായ അപജയം ഒത്തിരി ഉണ്ട്. പഴയ സിനിമകളിലുണ്ടായ കഥകൾ പോലെയും സിനിമകളിലും അത്തരം നല്ല കഥകളുള്ള സിനിമകളുണ്ടായിരുന്നു. അതെ, അത് പിന്നെ ഓരോ കാലത്തിൻ്റെ മാറ്റമാണ്. ഇപ്പോൾ ഫാസ്റ്റാണല്ലോ, ഫാസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, ഇതുപോലെ തന്നെ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. സൗഹൃദങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മിമിക്രി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ നാൾ മുതൽ, ദൂരദർശനിൽ അഭിനയിക്കുന്ന സമയം മുതൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന സൗഹൃദങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ. നമ്മുടെ പിന്നെ മിമിക്രിയിൽ ഒത്തിരി പേര് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒത്തിരി പേര്, പത്മനാഭൻ തമ്പി, ജോസഫ് വിൽസൺ, ബിസാർ, GA ലാൽ, ഒരു മരിച്ചുപോയവരും ഉണ്ട് കേട്ടോ, വഴുതക്കാട് ബാബു സാറ്. ഇവരൊക്കെ മരിച്ചുപോയ കൂട്ടങ്ങളിലാണ്. കാരണം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ സുൽഫി, ഒത്തിരി പേരുണ്ട്. KS പ്രസാദ്, നമ്മുടെ കലാഭവനിലെ പ്രസാദേട്ടൻ കേട്ടോ. ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ പിന്നെ ട്രിപ്പ് പോയ കക്ഷികളാണ് ഗൾഫിലുമൊക്കെ. ആദ്യകാലത്തെ നമുക്ക് പോകാൻ പറ്റി. സൗഹൃദങ്ങൾ അപ്പം മിമിക്രി സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി അല്ലേ? അന്നത്തെ കാലത്തെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും അന്നത്തെ മിമിക്രിയും ഇന്നത്തെ മിമിക്രിയും തമ്മിൽ ഒക്കെ മാറി ഇന്ന് എന്താ പിന്നെ ഇടയ്ക്ക് മിമിക് ഷോ ആയിരുന്നു, മിംസ് പരേഡ് ആയിരുന്നു. ഇപ്പം വേഷങ്ങൾ ഇട്ട് കൊണ്ടുവന്ന് അതേ വേഷങ്ങളിൽ, നടന്മാരുടെ വേഷങ്ങളിൽ എനിക്ക് പണ്ടേ കാലത്താണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളായിരുന്നു. ഇപ്പം ഈ കേൾക്കുന്ന ശബ്ദങ്ങളും അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ആയിരുന്നു. അത് മാറി ഇന്ന് വന്ന് നിൽക്കുന്ന അറിയില്ല. ഇപ്പോൾ പിന്നെ സിനിമാ താരങ്ങളൊക്കെ നല്ല രസമായിട്ട് ഇപ്പോൾ ഇറങ്ങിയ നടന്മാരൊക്കെ എന്ത് കാര്യമായിട്ടാണ് ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അവരാണെന്ന് തോന്നിപ്പോവും. അതിൻ്റെ മൈന്യൂട്ടായ സാധനങ്ങൾ പോലും അവരത് പിന്നെ കൃത്യമായിട്ട് പറയുമെന്നുള്ളതാണ്. ജോബി ചേട്ടൻ്റെ മെയിൻ ഐറ്റം എന്തൊക്കെയായിരുന്നു പണ്ട്? അന്ന് മിമിക്രി തുടങ്ങുന്ന കാലമല്ലേ, നമ്മളെ 4 പേരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്ത് ഹാസ്യമാണ് അതിൻ്റെ ഒരു രസക്കൂട്ടെന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി എന്തൊക്കെ ഉണ്ടാകുമോ അന്ന് കുഞ്ഞു സംഭവങ്ങൾ. ഞാൻ മിമിക്രി മോണോ ആക്റ്റായിരുന്നു എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നു. മോണോ ആക്ട് നാടകമായിരുന്നു എൻ്റെ ബേസ്. നാടകങ്ങളുടെ കൂടെയാണ്. പിന്നെ മിമിക്രിയൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ടുന്ന സാധനങ്ങൾ, അന്നത്തെ തരം സാധനങ്ങൾ. പിന്നെ നാടകം ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴും ഞാൻ നാടകം കളിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞ നാടകം ഞാനും പ്രകാശ്, എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരുമായിട്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നാടകമായിരുന്നു. എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്നൊരു അസുഖം പെട്ടെന്ന് വന്നു. പെട്ടെന്ന് പേര് മറന്നു പോകും. അടുത്ത് നിൽക്കുന്ന എല്ലാം. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ നാടകം എനിക്ക് കളിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. കാരണം 1.25 മണിക്കൂർ ഡയലോഗ് മാത്രമാണ്, ഒന്നും തെറ്റാതെ പറയാൻ കഴിഞ്ഞു. അതൊരു നമ്മുടെ ഒരു മെമ്മറി സംഭവം എപ്പോൾ വന്നതാ? അതങ്ങനെ ഈ അടുത്ത കാലത്ത് എങ്ങനെ പിന്നെ പ്രായക്കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നമായിട്ടുണ്ടായതാണോ എന്നൊരു സംശയം. അമ്മയ്ക്ക് അൽസിമേഷ്യയാണ്. അപ്പം എനിക്കും അത് വരുമോ എന്ന് എനിക്കൊരു പേടി ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ വന്നതായിരിക്കും അല്ലേ? അപ്പം അതിനൊരു ചലഞ്ചായിട്ട് ഞാൻ ഈ നാടകം കളിച്ചു. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് ഡയലോഗ് പറഞ്ഞ് ഡയലോഗ് ഡെലിവറി അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടേന്ന് പോകുന്നൊരു സാധനമാണ്. അങ്ങനെ പിന്നീട് ഈ പറയുന്ന പോലെ മെമ്മറിയുടെ ആ ഒരു പേടി അങ്ങ് പിന്നെ മാറി കാണുമല്ലോ. പിന്നെ മാറി ആ ഒരു കോൺഫിഡൻസ് അങ്ങ് കയറി കാണുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനിയൊരു കാലത്ത് നമ്മൾ ഈ കാലത്തിൻ്റെ അന്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇനിയൊരു കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ മെമ്മറി ലോസ് ആവില്ല. കാരണം ചെറിയ സിമ്മൊക്കെ നമുക്ക് പാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. കാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം വരെ മാറ്റി വെക്കുന്നില്ലേ? അതെ അതെ, ശരിയാണ്. അപ്പോൾ ഒരു ഇവിടുത്തെ ഇത്രയും കൈയുടെ എല്ല് പോയി, പകരം നമ്മൾ കൃത്രിമ കാല് വയ്ക്കുന്നു.
അതുപോലെ എന്തുകൊണ്ട് ഒരു ചിപ്പ് കൂടെ വെച്ചുകൂടാ? വെക്കാമായിരിക്കും. അതെ. ഇപ്പോഴും ഫ്യൂച്ചറിൽ സാധ്യതയൊക്കെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. നാളത്തെ ജീവിതം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെക്നോളജീസ് ഒക്കെ അത് അതിന്റെ ആവശ്യം പോലെ യൂസ് ചെയ്യുന്ന ആളാണോ ചേട്ടൻ? അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്ന ആളാണ്. ടെക്നോളജി ഇപ്പം ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പം കയ്യിൽ മൊബൈലിരിക്കുന്നു. നാളെ കാലത്ത് മൊബൈലിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു മെമ്മറി ഉണ്ടെങ്കിൽ മൊബൈലിൻ്റെ ആവശ്യമില്ല. വീട്ടിലെ വേലയ്ക്ക് ചിലപ്പോൾ നമുക്കൊരു റോബോട്ട് ഉണ്ടാവും. അതിന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. കറണ്ട് ചാർജ് അടച്ചില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. പിന്നെ എല്ലാ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളും പിന്നെ ചെയ്തോളും. ചേട്ടാ ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ചേട്ടൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഈ അമ്മയിലോ ആത്മയിലോ അതിലേതെങ്കിലും ചേട്ടന് മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒക്കെ? ഞാൻ അമ്മയിലെ മെമ്പറാണ്, ആത്മയിലെ മെമ്പറാണ്. ആക്കോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അമ്മയുടെയും പിന്നെ ആത്മയുടെയും മെമ്പേഴ്സ് തമ്മിലൊരു പിന്നെ ഒരു സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ സൊസൈറ്റിയുടെ ഡയറക്ട് ബോർഡ് മെമ്പറാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശം ഒരു ഞാനിപ്പോൾ നോക്കി ഈ അടുത്തിടെ 26 പിന്നെ പ്രസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പല്ല, ഭാരവാഹികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എക്സിക്യൂട്ടീവ് മെമ്പറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മായിയുടെ മിമിക്രിയുടെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. കുറച്ചധികം പ്രസ്ഥാനങ്ങളിലല്ലേ? അതെ, ഭാരവാഹികളായിട്ട്. അത് എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരങ്ങ് എടുത്തങ്ങ് വെക്കുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ചേട്ടന് ആഗ്രഹങ്ങളുണ്ടോ? അതായത് എനിക്ക് ഇന്ന പോലെ ഇനിയും പണ്ടത്തെ പോലെ നല്ല ഒരു സീരിയലിൻ്റെയോ സിനിമയുടെയോ പാർട്ടാകണം എന്ന്, നല്ല സീരിയലുകളുടെയൊക്കെ പാർട്ടാകണം എന്ന്? ആഗ്രഹമില്ലാത്ത ആരുമില്ലല്ലോ. നമുക്ക് സ്വപ്നം കാണാലോ, എന്ത് വേണോ സ്വപ്നം കാണാലോ, സബലീകരിക്കുന്നത്. എന്നാലും ആഗ്രഹമുണ്ട്, നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ 17 നമ്മുടെ ഇന്ദ്രൻസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ, നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ജൂറി, സ്പെഷ്യൽ മെൻഷൻ, പിന്നെ എനിക്ക് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിലെ മെയിൻ റോളായിരുന്നു. അതിലൊരു പിന്നെ ഇതുപോലെ സാമ്പത്തികമായിട്ട് വളരെ പിന്നൊക്കെ നിൽക്കുന്ന ഒരു എന്നെപ്പോലുള്ളൊരു കക്ഷി എങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു അതുണ്ടാവില്ല. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു സിനിമയായിരുന്നു. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ പോലെ ഒരു വ്യക്തി എന്ന് ഉദ്ദേശിച്ചത് ചേട്ടന് ഹൈറ്റിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഇൻ റിയൽ ലൈഫിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഉള്ളതാണ് ഒരു ലൈഫ് നയിക്കുക എന്നുള്ളത്? ഇത് പിന്നെ പൊക്കം കുറഞ്ഞവരുടെ സാധാരണ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ മുമ്പ് ബാങ്കുകളെല്ലാം എന്നെക്കാളും വലിയ ഹൈറ്റിലായിരിക്കും അവരുടെ ഈ റിസപ്ഷൻ കൗണ്ടർ. നമുക്ക് കാണാൻ പറ്റില്ല, പൈസ അടയ്ക്കാൻ പറ്റില്ല. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ അവരുടെ കോമൺ ഒരു മനുഷ്യൻ്റെ ബാക്കി താഴോട്ട് ചിന്തിക്കുന്നില്ല അവർ. അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പം മാറ്റമുണ്ടോ? ഇപ്പം മാറ്റമുണ്ട്. ഇപ്പം കൗണ്ടർ എല്ലാ ബാങ്കുകളിലും ഈ ഒരു ലെവല് വന്നിട്ടുണ്ട്. ഫേസ് ടു ഫേസ് കാണാൻ വേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ബാങ്ക് പരസ്പരം ഇടപാടിന് വേണ്ടിയാണ് ഇത് ബാങ്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ KSF-യിലായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നെ KSF-യുടെ ബ്രാഞ്ച് മാനേജറായിട്ട് ഒത്തിരി പിന്നെ ബ്രാഞ്ചുകൾ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം ഞാനേ ഇങ്ങനെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? പക്ഷേ കണ്ണാടി കൂടാണ് അതൊരു മെയിൻ സംഭവം. പിന്നെ വേറെ പിന്നെ നമ്മൾ ചില ബസ്സുകളിൽ പോയാൽ ബസ്സുകളിൽ പിന്നെ പടി നമുക്ക് നമ്മുടെ കാലിൻ്റെ ഹൈറ്റ് നമുക്ക് ഇത്രയേ പൊങ്ങുള്ളായിരിക്കും. ഇതിങ്ങനെ കിടക്കും. സാധാരണ ഒരു 5 അടി പൊക്കമുള്ളവർക്കും കയറാൻ പറ്റില്ല ചില ബസ്സുകളിൽ. അമ്മമാരെയൊക്കെ വലിഞ്ഞു കയറുന്നത്. അതെ. അപ്പോൾ പിന്നെ എന്നെപ്പോലുള്ള ഒരാളുടെ അവസ്ഥ പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റാണ്, അല്ലാതെ തന്നെ ഞാൻ ഫാസ്റ്റാണ്. കോളേജിലൊക്കെ ആകുമ്പോൾ ഞാൻ എത്ര മോളാണെങ്കിൽ ഞാൻ ചാടി കയറും. പക്ഷെ അതുപോലെ അല്ലല്ലോ. അത് കുറയുമ്പം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എനിക്ക് അതിലും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം, ഓടി വന്നിട്ട് നോക്കുമ്പം ഹൈറ്റ് കൂടുതലാണ് പറഞ്ഞോളൂ. പിന്നെ ഹോട്ടലിൽ ചെന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെറിയ വാഷ് ബേസിനുണ്ട്.
മറ്റത് നമുക്കെത്തില്ല. കാരണം അത് പൊതു ഇടങ്ങൾ എപ്പോഴും ഇത്തരം ഭിന്നശേഷിക്കാരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്മാർട്ട് ഇടങ്ങളാവണം. അതെ, ഇപ്പൊ പക്ഷെ പല പല റെസ്റ്റോറൻറ്റുകളിലും ഈ പറയുന്ന പോലെ ചെറിയ ലെങ്ത്തിലും കൂടി ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെ, ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ ചേട്ടൻ ഈ പറയുന്ന പോലെ ബോഡി ഷെയ്മിങ് ഒന്നും നേരിട്ടിട്ടില്ലെന്ന്. പക്ഷെ അതും നേരിടുന്ന ആളുകളും ഉണ്ടല്ലോ ഒരുപാട്. ഉണ്ട്, തീർച്ചയായും. അതുകൊണ്ട് ഞാനതൊരു അഹങ്കാരമായിട്ട് ഞാൻ എടുക്കുകയല്ല. തീർച്ചയായിട്ടും അതിന് ഞാൻ ഫേസ് ചെയ്തു എന്നുള്ള സംഭവമാണ്. അത് വേറെ ലെവലിൽ ഞങ്ങൾ ഫേസ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഉള്ള ഒരു സംഭവമാണ്. സിനിമയിലായിരുന്നാലും മുമ്പ് തലയിലടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോവുക, ഇത്തരം കോമാളി വേഷങ്ങളായിരുന്നു ഒരു വലിയ പങ്ക് നമ്മളെപ്പോലുള്ളവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി എടുത്താലും മോഹൻലാലിൻ്റെ എടുത്താലും നമുക്കൊരു സീറ്റുണ്ട്. പക്രു അതിനകത്ത് അവന് സമ്മതിച്ചേ പറ്റൂ. അവനതിനകത്ത് ഒരു വല്ലാത്ത ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു നായകനായിട്ട് തന്നെ നായകൻ എന്നുള്ളതല്ല, അവനായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ കഴിവുള്ള മിടുമിടുക്കനാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. അതെ, പിന്നെ തീർച്ചയായും. അപ്പോൾ പിന്നെ ഇത്തരം സംഭവങ്ങളിലെ വിദ്യാഭ്യാസവും ഒരു പരിധിവരെ വേണമെന്നുള്ളതാണ്. കാരണം നമുക്കൊരു അംഗീകാരം കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷനും കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം ഒരിക്കലും കളയരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതെ, അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തില്ല. ചേട്ടന് ഇപ്പോൾ ഓൾറെഡി ടൈമില്ല അല്ലേ? ഇപ്പോൾ ഉടനെ തന്നെ വേറെ പല പല കാര്യങ്ങളുണ്ടെന്ന് അറിയാം. എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ, താങ്ക് യു സോ മച്ച്. സമയത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണ് അല്ലേ? അതെ, നമ്മൾ വേണ്ട റെസ്റ്റുകൾ വേണ്ട സമയത്ത് എടുക്കണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഭയങ്കര തിരക്കായിട്ട് അഭിനയിക്കാം. സമയത്തെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ? അതും ഏറ്റവും സന്തോഷവും സമാധാനം കിട്ടുക എന്നുള്ളതാണ്. അതെ അല്ലേ? സമാധാനമായ അന്തരീക്ഷം ലോകത്തെമ്പാടും ഉണ്ടാവട്ടെ അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.